ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിനെ ആജ്ഞാതം വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞതുപോലെ കേൾക്കുകയാണെങ്കിൽ നിന്റെ അനിയത്തി സുരക്ഷിതമായി തന്നെ വീട്ടിലെത്തും. ഇല്ലെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത്രയും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യുമ്പോൾ സന്ദീപ് സ്നേഹയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോള് കിട്ടുന്നില്ല. അതേസമയം ആ അജ്ഞാതന്റെ ആള് സ്നേഹയുടെ അടുത്ത് പറ്റിക്കൂടിയിരുന്നു. സ്നേഹയുടെ ഒരു കൂട്ടുകാരിയായാണ് അടുത്തേക്ക് ചെല്ലുന്നതെങ്കിലും സ്നേഹയ്ക്ക് ആ കുട്ടിയെ മനസ്സിലാകുന്നില്ല. തുടർന്ന് ആജ്ഞാതം പറയുകയാണ്, സേതുമാധവന്റെ അവസാനത്തെ ആഗ്രഹം എന്ന രീതിയിൽ ഇതിരിക്കട്ടെ. സന്തോഷിച്ച് അയാൾ നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതും എല്ലാ പൊട്ടിത്തെറിയും ഉണ്ടാക്കുന്നതും. അത്രയും പറഞ്ഞ് അയാള് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ സന്ദീപ് ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചന വന്ന് സന്ദീപിനെ തട്ടുമ്പോൾ സന്ദീപ് ഒരു ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. എന്താടാ, എന്തു പറ്റി? ഞാനും കൂടി പേടിച്ചു പോയല്ലോ. അത് പിന്നെ ഒന്നുമില്ല ഏട്ടത്തി, അല്ലേ സച്ചിയേട്ടൻ. സച്ചിയേട്ടൻ അപ്പൊ തന്നെ തിരിച്ചുപോയി. ബാങ്കിലെന്തോ പോകണമെന്നാ പറഞ്ഞത്. പിന്നെ എന്നെ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത്. നീ അച്ഛനോട് ചെന്ന് നിന്റെയും ആതിരയുടെയും കാര്യം ഇപ്പൊ തന്നെ പറയണമെന്ന്. ഇനിയും നമ്മൾ വൈകിയാൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈ വിട്ടു പോകും. അതുകൊണ്ട് നീയും ആതിരയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് മാത്രമല്ല പറയേണ്ടത്, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യവും നീ ഇപ്പൊ തന്നെ അച്ഛനോട് പറയണം. ഇത് കേൾക്കുന്ന സന്ദീപ് നിസ്സഹായാവസ്ഥയിൽ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന പറയുകയാണ്, നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പറയാം. ഇനിയും കാര്യങ്ങൾ വെച്ചോണ്ടിരുന്നാൽ ശരിയാകില്ല. എന്താണെങ്കിലും ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞ് അർച്ചന താഴേക്ക് പോവുകയാണ്. അതേസമയം സച്ചി ഓഫീസിൽ നിന്നും തിരികെ വരുമ്പോൾ സേതുമാധവൻ ചോദിക്കുകയാണ്, സച്ചി നിന്നോട് മുഹൂർത്തം കുറിപ്പിക്കാൻ പറഞ്ഞിട്ട് നീ പോയിരുന്നോ? അതച്ഛാ, ഞാൻ വിട്ടുപോയി. ഞാൻ ചെയ്യിപ്പിച്ചോളാം. നിന്നെ കൊണ്ടൊരു കാര്യം പറ്റില്ലെങ്കിൽ നീ അത് പറ്റില്ലെന്ന് വേണം പറയാൻ. ഞാനേ ഇങ്ങോട്ടേക്ക് ജോത്സ്യരെ വിളിച്ചു വരുത്തില്ലായിരുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന പറയുകയാണ്, അച്ഛാ എനിക്ക് അച്ഛനോട്. അർച്ചന പറയാൻ ആരംഭിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അവന്തിക വരുന്നു. അച്ഛാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ജോത്സ്യനെ കണ്ട് ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണമെന്നും സേതുമാധവൻ പറയുന്നു. അങ്ങനെ അവന്തിക പുറത്തേക്ക് ഇറങ്ങാൻ നേരം അർച്ചന സേതുമാധവനോട് പറയാൻ ആരംഭിക്കുകയാണ്, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ പുറത്തു തന്നെ നിൽക്കുകയാണ്. നീയും സന്ദീപും കൂടി പലവട്ടം എൻ്റെ അടുത്ത് എന്തോ കാര്യം പറയാൻ വന്നിട്ടുള്ളതല്ലേ? ഇതുവരെ നിങ്ങളാരും പറഞ്ഞിട്ടുമില്ല. ഇതിനു വേണ്ടി എന്നെ പേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛാ, ഇന്നെന്താണെങ്കിലും ഞാൻ കാര്യം പറയാമെന്ന് അർച്ചന പറയുമ്പോൾ സേതുമാധവൻ പറയുകയാണ്, വേണ്ട, സന്ദീപിനല്ലേ പറയാനുള്ളത്. സന്ദീപ് തന്നെ വന്ന് പറയട്ടെ. അതേസമയം സന്ദീപ് താഴേക്ക് ഇറങ്ങി വരികയാണ്. നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നീ എന്തിനാ അത് അർച്ചനയെ ഏൽപ്പിക്കുന്നതെന്ന് സേതുമാധവൻ ദേഷ്യത്തോടെ സന്ദീപിനോട് ചോദിക്കുന്നു. തുടർന്ന് സന്ദീപ് പറയുകയാണ്, അതച്ഛാ, എന്റെയും അനഘയുടെ വിവാഹം പെട്ടെന്ന് നടത്തിത്തരണം. അതേസമയം സന്ദീപിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയും സന്ദീപ് ധൃതിയില് മുറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. അതേസമയം ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും. അങ്ങനെ സന്ദീപ് മുറിയിലെത്തിയതിനു ശേഷം അയാള് വീണ്ടും വിളിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയത്തിയെ ഒന്നും ചെയ്യരുതെന്ന് സന്ദീപ് പറയുമ്പോൾ അയാൾ പറയുകയാണ്, നിന്റെ അനിയത്തിയെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷേ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് പാലിക്കുക തന്നെ വേണം. ഇനി ഞാൻ നിന്നെ വിളിക്കാൻ പോകുന്നത് വിവാഹത്തിന്റെ തലേന്നായിരിക്കും. ആ സമയം നീ എന്തെങ്കിലും ഉടായ്പുമായിട്ട് വന്നാലുണ്ടല്ലോ, പിന്നെ ഈ ഭീഷണിയൊന്നും കാണില്ല, നേരെ കാര്യം ചെയ്യലായിരിക്കും. അപ്പൊ ശരി, നീ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ അനിയത്തി സേഫായി തന്നെ എത്തിയിരിക്കും. തുടർന്ന് സന്ദീപ് ടെൻഷനോടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് സച്ചിയും അർച്ചനയും കൂടി വരികയാണ്. നിന്റെ ഉദ്ദേശം എന്താ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് അച്ഛനോട് പറയാൻ പേടിയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം, നീ ഞങ്ങളുടെ ഒപ്പം വന്നാൽ മതിയെന്ന് സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുക, എന്റെ തീരുമാനം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ വീട്ടുകാരുടെ സമാധാനവും സന്തോഷവും തന്നെയാ വലുത്. എനിക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയവളാ അനഘ. എനിക്ക് അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ആകില്ല. അപ്പോ ആതിരയോ? ആതിരേ നിന്റെ ഭാര്യയാണിപ്പോ. നീ എന്താ ആതിരയുടെ കാര്യം മറന്നുവെന്ന് സച്ചി ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന ബന്ധമേ ഉള്ളൂ ആതിരയുമായിട്ട്, അത് ഞാൻ ചെയ്തോളാം. ഇത് കേൾക്കുന്ന സച്ചി ദേഷ്യത്തോടെ സന്ദീപിന്റെ കോളറിൽ പിടിച്ച് പറയുകയാണ്, നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്നെ അനിയനായിട്ടല്ല കൂട്ടുകാരനായിട്ടാ ഞാൻ കണ്ടത്. ആ നീ എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യണമായിരുന്നു. തുടർന്ന് അർച്ചനയെ നോക്കി സച്ചി പറയുക, അന്നേ ഞാൻ പറഞ്ഞതാ ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതിയെന്ന്. അപ്പോൾ താനല്ലേ പറഞ്ഞത് ആതിരെ കിട്ടിയില്ലെങ്കിൽ സന്ദീപ് ആത്മഹത്യ ചെയ്യുമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ സച്ചി പുറത്തേക്ക് പോകുമ്പോൾ അർച്ചന വിഷമത്തോടെ സന്ദീപിനെ നോക്കുകയാണ്. സന്ദീപേ, നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരു ഫോൺ കോളിനെ കുറിച്ച്? ഇനി അത് കാരണം എങ്ങാനുമാണോ നീ ഈ തീരുമാനമെടുത്തത്?
ഏട്ടത്തി എനിക്ക് അല്പം സമാധാനം വേണം, ഒന്ന് പോയി തരാമോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സന്ദീപിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.